everyone, 10th Chemistry, Chapter 1, Naming of Organic Compounds and Isomerism, Part 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച് എന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആൽക്കെയിനിലേക്ക് ഒരു സിംഗിൾ ബ്രാഞ്ച്, ഒരൊറ്റ ബ്രാഞ്ച് ആയിരുന്നു വന്നിരുന്നത്. ഒരു ആൽക്കെയിൽ ഗ്രൂപ്പ് മാത്രം വരും. നമ്മൾ അവരുടെ നെയിമിങ് എങ്ങനെയാണെന്ന് പഠിച്ചത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ബ്രാഞ്ച് അല്ല, അതേപോലെ ഒന്നും രണ്ടും ചിലപ്പോൾ മൂന്നും നാലും ബ്രാഞ്ചുകളൊക്കെ മേളിലും താഴെയൊക്കെ വരും. അപ്പൊ എങ്ങനെയാണ് അവർക്ക് പേര് നമ്പർ കൊടുത്ത് അവരുടെ നെയിം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന് ചെയ്ത പോലെ തന്നെ ഇവിടെയും കുറച്ച് റൂൾസ് ഉണ്ട്. കുറെയൊക്കെ സിമിലറാ, ചെറിയ വ്യത്യാസമുള്ളൂ. അതെന്താന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇത് എന്താണ് ഇതിന്റെ റൂൾ എന്ന് എഴുതാം. ഫസ്റ്റ് റൂൾ എന്താ? അവിടെ നമ്മൾ യൂസ് ചെയ്ത് എന്താ? ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യാന്നുള്ളതല്ലേ. ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാട്ടാ. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇതൊരു കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് സെലക്ട്, അല്ലെ? സെലക്ട് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. ലോങ്സ്റ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ചെയിൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം ഫസ്റ്റ് വളരെ ശ്രദ്ധിച്ചോളണം. കാരണം നമ്മൾ എല്ലാ വഴിക്കും പോയി നോക്കിക്കൊള്ളണം. ഇതിലിപ്പോ അത്ര കൺഫ്യൂഷൻ ഇല്ല, സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ്. ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെയൊക്കെ പോകാനൊക്കെ ചെയിൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലേ? അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചു വേണം എടുക്കാനായിട്ട്. ഇതിലിപ്പോ കുഴപ്പമില്ല. ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ചെയിൻ എന്ന് പറയുന്നത് ആ സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ്. അത് തന്നെ എടുത്താൽ മതി. വേറെ ഒരു വഴിക്കും ഇല്ലോ. അത് ഇങ്ങനെ പോയാലും 4 ഉള്ളൂ, ഇങ്ങനെ പോയാൽ 5 ഉണ്ട്. ഇനി 6 കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയിൻ എടുക്കാം. കൂടുതലായാലാണ് പേടിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ സെലക്ട് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ നമ്പറിങ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്പറിങ് കാർബൺ ആറ്റം. നമ്പറിങ് കാർബൺ ആറ്റം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും നമ്പറിങ് കൊടുക്കണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും. ബോത്ത് സൈഡ്സിൽ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. ഇതിൽ ഓൾറെഡി നമ്പർ കൊടുത്തിട്ടാണ് ഇട്ടേക്കുന്നത്. കണ്ടോ? 1 1 2 3 കണ്ടോ? കാർബൺ നമ്പർ കൊടുത്തിരിക്കുന്നുണ്ടോ? 5 6. ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഏതിലെയാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്ത മെയിൻ ചെയിനിലെ കേട്ടോ. അത് വേണേ അവിടെ കൊടുത്തോളണം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഈ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന് വേണം നമ്പർ കൊടുക്കാൻ. നമ്പർ കാർബൺ ആറ്റം ഓഫ് മെയിൻ ചെയിൻ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചുമ്മാ ഏതെങ്കിലും കാർബൺ ചെയിൻ അല്ല നമ്പർ കൊടുക്കട്ടെ. നമ്മൾ എടുത്തിരിക്കുന്ന മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന് വേണം നമ്പർ കൊടുക്കാനായിട്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ബ്രാഞ്ച് വരുന്ന പൊസിഷൻ നോക്കുക. ഓക്കെ, സെലക്ട് പൊസിഷൻ ഐഡന്റിഫൈ എന്ന് പറഞ്ഞാലും മതി കേട്ടാ. ഐഡന്റിഫൈ പൊസിഷൻ വെയർ ബ്രാഞ്ച് കെയിം. ബ്രാഞ്ച് വന്നിട്ടുള്ള, നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാലും മതി കേട്ടോ, റൂളൊന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ബ്രാഞ്ച് വരുന്ന പൊസിഷൻ ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. ഇവിടെ എവിടേക്കാ ബ്രാഞ്ച് വരുന്നത് നോക്കി. ഇവിടെ എവിടേക്കാ ബ്രാഞ്ച് വരുന്നത്? ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ ഏതൊക്കെയാന്ന് നോക്കിയേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ 2ഉം 4ഉം ആണ്. ശരിയാണല്ലോ? അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ ഏതാണ്? 2ഉം 4ഉം ആണ്. ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി റൈറ്റ് ടു രണ്ടും നോക്കണം. റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ ഏതൊക്കെയാന്ന് നോക്കി. 3ലും ബ്രാഞ്ച് ഉണ്ട്, 5ലും ബ്രാഞ്ച് ഉണ്ട്. 3 and 5. നമ്മൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? 2 4 ചൂസ് ചെയ്യോ, 3 5 ചൂസ് ചെയ്യോ? ഇതിലൊരു ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യണം. ഏതോ ചൂസ് ചെയ്യണമെന്ന് അറിയോ? ഏത് ആഡ് ചെയ്യുമ്പോഴാണ് ലോവസ്റ്റ് സം വരുന്നത് അത് വേണം ചൂസ് ചെയ്യാൻ. ഇപ്പൊ 2ഉം 4ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും അല്ലെ? 3ഉം 5ഉം കൂടെ, ഇതിന് പല മെത്തേഡ് ഉണ്ട് കേട്ടോ. ചില സ്കൂളുകളിൽ വേറെ മെത്തേഡ് ആയിരിക്കും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഏത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് നെയിം കറക്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 6 ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ 3ഉം 5ഉം കൂട്ടുമ്പോൾ 8 അല്ലേ? ഇത് നമ്മൾ സെലക്ട് ചെയ്യില്ല. അപ്പൊ ലോവസ്റ്റ് സം വരുന്ന പൊസിഷൻ വേണം അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? രണ്ട് പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യണം. ബ്രാഞ്ച് വരുന്ന പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യണം. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴുള്ളത് ഐഡന്റിഫൈ ചെയ്യണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴുള്ള ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഏത് ചൂസ് ചെയ്യണം? ചൂസ് പൊസിഷൻ നമ്പേഴ്സ് വിത്ത് ലോവസ്റ്റ് സം. ചൂസ് പൊസിഷൻ നമ്പേഴ്സ് വിത്ത് ലോവസ്റ്റ് സം. ഓക്കെ, ലോവസ്റ്റ് സം ഉള്ള പൊസിഷൻ നമ്പേഴ്സ് വേണം നമ്മൾ എടുക്കാനായിട്ട്.
അത് മാത്രമല്ല ആ രണ്ട് പൊസിഷൻ നമ്പറിനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അത് നെയിമിങ്ങിന്റെ സമയത്ത് മതി, അത് അന്നേരം പറഞ്ഞാൽ മതി. ഓക്കെ, നെയിമിങ്ങിന്റെ അവസാനം ഞാൻ ആ സ്റ്റാൻഡേർഡ് ഫോം എഴുതുമ്പോൾ മതി. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണ്ടേ, മുകളിലും താഴെയും രണ്ട് ബ്രാഞ്ച് വന്നാൽ നമ്മൾ അതിനെ രണ്ടായിട്ട് തന്നെ കാണിക്കണം കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. മലയാളത്തിൽ എഴുതിയാലും മതി. ടോപ്പിലും ബോട്ടത്തിലും ബ്രാഞ്ച് അപ്പിയർ ചെയ്താൽ, നമ്മൾ പൊസിഷൻ നമ്പർ എടുക്കുമ്പോൾ ബ്രാഞ്ച് അപ്പിയർ ചെയ്താൽ അത് രണ്ടായിട്ട് തന്നെ കാണിക്കണം. ബ്രാഞ്ച് അപ്പിയർ ചെയ്താൽ രണ്ടായിട്ട് തന്നെ കാണിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ ഇടാം, എക്സാമ്പിൾ എഴുതി വെച്ചോട്ടോ. രണ്ടായിട്ട് കാണിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാർബൺ ചെയിൻ ശ്രദ്ധിച്ചോട്ടാ, ഇതൊരു കാർബൺ ചെയിനാന്ന് വിചാരിച്ചോ. നമ്മള് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അതേ സ്ഥലത്ത് തന്നെ താഴെ ഒരു ബ്രാഞ്ച് ഉണ്ട്. കണ്ട, ഇതേ സ്ഥലത്ത് മേളിലും ഉണ്ട് താഴെ ഉണ്ട്, പിന്നെ ഇവിടെയാണ് ഒരു ബ്രാഞ്ച് എന്ന് വിചാരിച്ചോ. നമ്മൾ നമ്പർ കൊടുക്കുവാണല്ലോ, നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ കൊടുക്കും അല്ലെ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കാർബൺ ചെയിൻ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 5. തിരിച്ചിങ്ങോട്ടാണെങ്കിലോ 1 2 3 4 5. ശ്രദ്ധിച്ചോളാം കേട്ടോ, വളരെ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ നോർമലി എങ്ങനെയായിരിക്കും പറയാ അല്ലെ, ഇതിനകത്തൊരു മിസ്റ്റേക്ക് വരും, ശ്രദ്ധിച്ചോളാം. 2-ലും ഒരു ബ്രാഞ്ച് ഉണ്ട്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോവാണെങ്കിൽ അല്ലെ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോവാണെങ്കിൽ 2-ലും ഒരു ബ്രാഞ്ച് ഉണ്ട്, 3-ലും ഒരു ബ്രാഞ്ച് ഉണ്ട്. 3-ല് താഴേക്ക് ബ്രാഞ്ച് ഉണ്ട്, ശ്രദ്ധിച്ചോളാം. മേളിലേക്കുള്ള ബ്രാഞ്ച് മാത്രമല്ല താഴേക്ക്. നോർമലി ഇങ്ങനെയല്ല എഴുതാ 2-ലും 3-ലും. എന്നാൽ ഇതല്ല വേണ്ടേ, മൊത്തം നോക്കിക്കൊള്ളണം. 2-ല് മേളിലും ഒരു ബ്രാഞ്ച് ഉണ്ട്, താഴെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് രണ്ടായിട്ട് തന്നെ കാണിക്കണം. 2 എന്ന് കാണിക്കണം. സെയിം നമ്പർ 2 തവണ എഴുതണം. വളരെ ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടന്റ് പോയിന്റാ. അതായത് മുകളിലും താഴെയും ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ സെയിം നമ്പർ തന്നെ നമ്മൾ രണ്ടായിട്ട് കാണിക്കണം. ഓക്കെ, പിന്നെ എവിടെയാ ബ്രാഞ്ച് വന്നേക്കുന്നത്? 3-ല്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്തോളണം, ടോപ്പും ബോട്ടവും നോക്കിക്കൊള്ളണം കേട്ടോ. ടോപ്പും ബോട്ടവും നോക്കി വേണം എഴുതാനായിട്ട്. അല്ലാണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ടോപ്പ് നോക്കും, ഇങ്ങോട്ട് വരുമ്പോൾ ബോട്ടം നോക്കും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം സെക്കൻഡ് പൊസിഷനിൽ ഏതൊക്കെയുണ്ടോ എല്ലാം നോക്കിക്കൊള്ളണം. സെക്കൻഡ് പൊസിഷനിൽ 2 കാർബൺ ആണുള്ളത്, 1 2. തേർഡ് പൊസിഷനിൽ ഒരു കാർബൺ, അപ്പൊ 2 2 3. ഇനി ശ്രദ്ധിച്ചോളണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ദേ തേർഡ് പൊസിഷനിൽ ഒരു കാർബൺ, ശരിയല്ലേ? തേർഡ് പൊസിഷനിൽ ഒരു കാർബൺ, ഫോർത്ത് പൊസിഷനിലാണ് 2 കാർബൺ. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതണം. തേർഡ് പൊസിഷനിൽ ഒരു കാർബൺ ആയതുകൊണ്ട് 3 ഒരു തവണ എഴുതി, ഫോർത്ത് പൊസിഷനിൽ 2 കാർബൺ ആയതുകൊണ്ട് 4 നമ്മൾ 2 തവണ വേണം എഴുതാനായിട്ട്. എന്നിട്ട് ഇതിൽ ഏതാ ലോവസ്റ്റ് സം നോക്കി, ഇതല്ലല്ലോ, ഇതല്ല ലോവസ്റ്റ് സം, 2 2 3. ഇത് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ നെയിമിങ്ങിലേക്ക് വരാണ്. നെയിമിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെല്ലാം ഒരേ ടൈപ്പ് ഉള്ളതാണ്. ഒരേ ടൈപ്പ് മീൻസ് ഇപ്പൊ ഇത് ആൽക്കൈൽ, ഇത് മീതയിലാണ്, ഇതും മീതയിലായിരിക്കും. ഡിഫറെന്റ് ടൈപ്പ് വരില്ല ബ്രാഞ്ച് ആയിട്ട്. നമുക്ക് നേരത്തെ സിലബസിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഇല്ല, ടെക്സ്റ്റിൽ നിന്ന് അത് ഒഴിവാക്കി. അപ്പൊ ഒരേ ടൈപ്പ് ബ്രാഞ്ചുകൾ വരുന്നതേ നമുക്ക് ചോദിക്കുള്ളൂ. ഇപ്പൊ ഇത് മീതയിലാണ്, എല്ലാം മീതയിലായിരിക്കും അല്ലെ. അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിനകത്ത് എത്ര ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കണം കേട്ടോ. എത്ര ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്? 3 മീതയിലില്ലേ? അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ട്രൈ മീതയിൽ എന്ന് പറയും. 3 മീതയിൽ വരുമ്പോ. ഓക്കെ, ഇനി ഫസ്റ്റിലേക്ക് വരുമ്പോ എത്ര മീതയിലുണ്ടെന്ന് നോക്കി. ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരെണ്ണം ചെയ്തില്ലേ എക്സാമ്പിൾ ആയിട്ട്, എവിടെ ചെയ്ത്? ഇവിടെ കണ്ടോ, ഇവിടെ എത്ര മീതയിൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്? 2 എണ്ണം വരുമ്പോൾ നമ്മൾ ഡൈ എന്ന് പറയും, ഡൈ മീതയിൽ എന്ന് പറയും. വേണ്ട, ഡൈ മീതയിൽ. 3 എണ്ണം വരുമ്പോൾ നമ്മൾ ട്രൈ മീതയിൽ എന്നുമാണ് കാണിക്കുക. അപ്പൊ നമ്മൾ നെയിം എഴുതുമ്പോൾ അതും കൂടെ ഒന്ന് നമ്മൾ കാണിക്കും കേട്ടോ. എങ്ങനെയാണെന്ന് അതിന്റെ ഫുൾ എഴുതുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ സെയിം ബ്രാഞ്ച് ഒന്നിൽ കൂടുതൽ തവണ കണ്ടാൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം എഴുതുന്നതിന് മുന്നേ പ്രിഫിക്സ് ആയിട്ട്, അതായത് മുന്നില് ഡൈ ടൈ ടെട്ര എന്ന് ചേർക്കണം. ഓക്കെ, അത് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. ഇഫ് ആഡ്, ഇത് എന്തായാലും മൾട്ടിപ്പിൾ ഉണ്ടല്ലോ, ആഡ് ഡൈ ട്രൈ ടെട്ര, എവിടെ? ബിഫോർ ആൽക്കൈൽ നെയിം. അതും ഇമ്പോർട്ടന്റ്. ആൽക്കൈലിന്റെ നെയിം എഴുതുന്നതിന് മുന്നേ ഡൈ ടൈ ടെട്ര എന്നുകൂടി ചേർക്കണം. ഇനി നമ്മൾ ഇതിന്റെ നെയിം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫൈനൽ സ്റ്റെപ്പ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ നെയിം കൊടുക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ആ കോമയിട്ട് പൊസിഷൻ നമ്പർ എഴുതും എന്ന് പറഞ്ഞില്ലേ, പൊസിഷൻ നമ്പേഴ്സ് എടുക്കാം. പൊസിഷൻ നമ്പേഴ്സ് ആര് വന്ന പൊസിഷൻ നമ്പറാ? ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന പൊസിഷൻ. അതൊക്കെ അറിയില്ല, അവിടെ എഴുതി വെച്ചോളാം. ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന പൊസിഷൻ നമ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന പൊസിഷൻ നമ്പേഴ്സ് യൂസിങ് കോമ, അതും വിട്ടുപോരുത്, കോമ ഇട്ട് വേണം എഴുതാനായിട്ട്. എന്നിട്ട്
നമ്പർ കഴിഞ്ഞിട്ട് ഉടനെ നമ്മളൊരു ഹൈഫൻ ഇടണം കേട്ടോ. നമ്പറും ആൽഫബറ്റും വരുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഹൈഫൻ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഹൈഫൻ ഇട്ടു. അപ്പൊ ഇവിടെ എന്തെന്ന് പറയാം, 223 അല്ലെങ്കിൽ 2345 അല്ലെങ്കിൽ 225 ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. ഈ പൊസിഷൻ നമ്പർ എഴുതി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹൈഫൻ ഇത് കഴിഞ്ഞിട്ടു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈ എന്നോ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഡൈ എന്നോ ട്രൈ എന്നോ ടെട്ര എന്നോ ചേർക്കുക. 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് വരുന്നുണ്ട്, 2 ബ്രാഞ്ചാണ് അവിടെ വരുന്നതെങ്കിൽ ഡ്രൈ എന്ന് ചേർക്കണം. അതായത് നമ്പർ നോക്കിയാൽ മതി. നമ്മൾ എന്തായാലും പൊസിഷൻ നമ്പർ എഴുതൂലോ. ഇവിടെ 2 പൊസിഷൻ നമ്പർ എഴുതിയിട്ടില്ലെങ്കിൽ 2 ഉള്ളൂ നല്ല അർത്ഥം, ഡൈ എന്ന് ചേർക്കും. 3 പൊസിഷൻ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ 3 ഉണ്ട്, ട്രൈ എന്ന് ചേർക്കണം. 4 പൊസിഷൻ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ 4 ബ്രാഞ്ച് വന്നു എന്നല്ല അതിന്റെ അർത്ഥം, ടെട്ര എന്ന് ചേർക്കും. എന്നിട്ട് അതിലേക്ക് ചേർത്ത് എഴുതേണ്ടതാണ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം. ആൽക്കൈൽ നെയിം എഴുതണം, എന്നിട്ട് അതിലേക്ക് മെയിൻ ചെയിനിന്റെ നെയിം എഴുതണം. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നെയിമിംഗ് കൊടുക്കാനായിട്ട്. ഇനി ഈ ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മൾ നെയിമിംഗ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ ചെയ്യണതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഒക്കെ വെച്ചിട്ട്, എന്നിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, ആയിത്തത് ആക്ടിവിറ്റി 8 നിങ്ങൾക്ക് ചെയ്യാനുള്ളത് IUPAC നെയിം എഴുതാനാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക അല്ലെ. ഏറ്റവും ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ എന്ന് പറഞ്ഞത് ഈ ചെയിൻ ആണ്, ശരിയാണല്ലോ. ഇതാണ് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മൾ നമ്പറിങ് കൊടുക്കുക. ഏതില്, ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിനിലുള്ള കാർബൺ നമ്പർ കൊടുക്കാം. 1 2 3 4 5. ലെഫ്റ്റിലേക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5. എവിടേക്കാണോ ബ്രാഞ്ച് വരുന്ന ആ പൊസിഷൻ നമ്പർ സെലക്ട് ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്തോളാം കേട്ടോ, തെറ്റ് വരാണ്ട് ശ്രദ്ധിച്ച് ചെയ്തോളാം. എവിടേക്കാണ് ബ്രാഞ്ച് വരുന്നത്, 2-ലും ബ്രാഞ്ച് വരുന്നുണ്ട്, പിന്നെ 4-ലും ബ്രാഞ്ച് വരുന്നുണ്ട്. ഇങ്ങോട്ട് പോവാണെങ്കിലും അതുപോലെ തന്നെയല്ലേ അല്ലെ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയാലും 2-ലും ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്, പിന്നെ ബ്രാഞ്ച് വരുന്നത് എവിടെയാ, 4-ല്. അപ്പറയാണ്, അത് നോക്കിക്കൊള്ളാം, ഇപ്പറേ നോക്കിക്കൊള്ളാം ബ്രാഞ്ച് ഉണ്ടെന്ന്, 2-ലും 4-ലും. അപ്പൊ ഇങ്ങോട്ട് പോയാലും 2-ലും 4 ആണ്, ഇങ്ങോട്ട് പോയാലും 2-ഉം 4 ആണ്, ഏതെങ്കിലും എടുത്താൽ മതിയല്ലോ. അപ്പൊ ഇനി നെയിം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളാം, 2 4 ഹൈഫൻ ഇട്ടു. എത്ര ബ്രാഞ്ച് ഉണ്ട് ഇവിടെ ടോട്ടല്, 2 നമ്പർ 2 ബ്രാഞ്ച്. ഡൈ ആരാ വന്നേക്കുന്നത്, മീഥൈൽ, ഡൈ മീഥൈൽ. എന്താണ് മെയിൻ ചെയിന്റെ പേര്, പെന്റൈൻ. അപ്പൊ 2,4 ഡൈമീഥൈൽ പെന്റൈൻ എന്നാണ് നമ്മൾ ഇതിന് പേര് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊന്ന് നോക്കാം. അടുത്ത നമ്മളോട് സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, സ്ട്രക്ചറൽ ഫോർമുല നമ്മളോട് വരയ്ക്കാൻ പറയും. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് അറിയാതെ, ഇവിടെ നോക്കോ, സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനായിട്ട് വേറെ ഒന്നുമില്ല. അതാ ഇവിടെ ശ്രദ്ധിച്ചു, വളരെ സിമ്പിൾ ആണ്. ആദ്യം വരയ്ക്കേണ്ടത് 2,3 ഡൈമീഥൈൽ പെന്റൈന്റെ സ്ട്രക്ചർ ഫോർമുലയാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ മെയിൻ ചെയിൻ ആണ്. ഈ മെയിൻ ചെയിൻ ആണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ പെന്റൈൻ ആണല്ലോ, അപ്പൊ അവിടെ 5 കാർബൺ അല്ലേ വരണ്ടേ, 1 2 3 4 5. അവസാനം ആട്ടോ ഹൈഡ്രജൻ കൊടുക്കാവുള്ളൂ, എന്നാലാണ് നമുക്ക് ബോണ്ട് എത്രയുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് ഐഡിയ കിട്ടുള്ളൂ. ലാസ്റ്റ് ഹൈഡ്രജൻ കൊടുത്താൽ മതി. ആദ്യം കാർബൺ കൊടുത്തു, എന്നിട്ട് എവിടെയൊക്കെ ബ്രാഞ്ച് വരുന്ന ക്വസ്റ്റിനെ പറഞ്ഞേക്കണത് നോക്കി. എവിടേക്കാണ് ബ്രാഞ്ച് വരണ്ടേ, 2-ലും 3-ലും അല്ലെ. നമ്മൾ ഇതേ സെക്കൻഡ് പൊസിഷനിൽ ഒരു ബ്രാഞ്ച് ഇട്ടു, തേർഡ് പൊസിഷനിൽ ഒരു ബ്രാഞ്ച്, മേളിലോ താഴെ കൊടുക്കാം, ഒന്നും പ്രശ്നമില്ല കേട്ടോ. സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ബ്രാഞ്ച് ഇട്ടു. ബ്രാഞ്ചിൽ ആരാ വരണ്ടേ, മീഥൈലാണ്, CC. ഇനി ഒന്നുമില്ല, ഇനി ഹൈഡ്രജനെ കൊടുത്താൽ മതി. ഫസ്റ്റിൽ എത്ര ഹൈഡ്രജൻ വേണം, 3. ഈ സെക്കൻഡിൽ ഓൾറെഡി 3 ബോണ്ട് കഴിഞ്ഞില്ല, അപ്പൊ ഇനി ഒരു ഹൈഡ്രജൻ മതി. ഓക്കെ, ഒരു ഹൈഡ്രജൻ 3 ബോണ്ട് കഴിഞ്ഞേക്കണുണ്ട്. ഇവിടെ 2 ബോണ്ടല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ 2 ഹൈഡ്രജൻ. ടോട്ടൽ 4 ബോണ്ടാണല്ലോ. ഇവിടെ ഒരു ബോണ്ടല്ലേ കൊടുത്തിട്ടുള്ളൂ, അപ്പൊ ഇനി 3 ഹൈഡ്രജൻ വരും. അതുപോലെ തന്നെ താഴെ ഒരു ബോണ്ടല്ലേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെ എല്ലാം 3 ഹൈഡ്രജൻ വരും. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇനി അടുത്ത് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈന്റെയോ, നമ്മൾ ആദ്യം ഹെപ്റ്റൈൻ വരയ്ക്കും. ഹെപ്റ്റൈൻ എങ്ങനെ വരയ്ക്കും, 1 2 3 5 6 7. 2,4 ഡൈമീഥൈൽ ആണല്ലോ, അപ്പൊ 2-ലും ഒരു മീഥൈൽ കൊടുക്കുക, 4-ലും ഒരു മീഥൈൽ കൊടുക്കുക. തിരിച്ചിങ്ങോട്ടും വരുമ്പോഴും കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ആണല്ലോ നമുക്ക് എളുപ്പം, അതുകൊണ്ട് അങ്ങനെ കൊടുത്തുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഹൈഡ്രജൻ കൊടുക്കണം. എത്ര ഹൈഡ്രജൻ കൊടുക്കും, ഇവിടെ 3 എണ്ണം, ഇവിടെ 1 എണ്ണം, ഇവിടെ 2 എണ്ണം, ശരിയല്ലേ. അപ്പറേ ഇപ്പറേ ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ട് ഒരു ബോണ്ട് മതിയല്ലോ. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ചുറ്റും വന്നേക്കുന്നതുകൊണ്ട് 2 എണ്ണം മതി, അല്ല 1 എണ്ണം മതി, 4 ആവണമല്ലോ. ഓക്കെ, ഇനി ഇവിടെ 2, ഇവിടെ 2, ഇവിടെ
3 ഒരു ബോണ്ടല്ലേ വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ നെയിം കൊടുക്കുക. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു വേണം നെയിം കൊടുക്കാനായിട്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. അതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആക്ടിവിറ്റി 10 കുറച്ച് കോമ്പൗണ്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ IUPAC നെയിം നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് വൺ ഇതാണ് അല്ലെ. ആദ്യം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. ഇതിൽ സ്ട്രൈറ്റ് ചെയിൻ തന്നെയാണ് മെയിൻ ചെയിൻ, വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല, നേരെയാണ് ചോദിച്ചേക്കുന്നത്. ഇനി നമുക്ക് കാർബണിന് നമ്പർ കൊടുക്കാം. 1 അല്ലെ, 1 2 3 4 5 6. ലെഫ്റ്റ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോ 1 1 2 3 4 5 6. ഇനി അങ്ങോട്ട് പോകുമ്പോ ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്? 2-ലും വന്നിട്ടുണ്ട്, 4-ലും വന്നിട്ടുണ്ട് അല്ലെ. ഇനി തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത് നോക്കി. 3-ലും വന്നിട്ടുണ്ട്, 5-ലും വന്നിട്ടുണ്ട്. അത് രണ്ടും നമ്മളൊന്ന് എടുത്തെഴുതിക്കേ. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ 2-ലും 4-ലും, ഇങ്ങോട്ട് വരുമ്പോ 3-ലും 5-ലും. ഏതാ എടുക്കണ്ടേ? ലോവസ്റ്റ്. ഇത് എടുക്കണം, ഇത് തട്ടണം അല്ലെ. അപ്പൊ 2 4 എന്ന് വരും. 2 4 എങ്ങനെ നെയിം കൊടുക്കണം നമ്മൾ പഠിച്ചില്ലേ? 2 4 ഹൈഫൻ ഡൈ. രണ്ടെണ്ണമുണ്ടല്ലോ, 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഏതാ ഗ്രൂപ്പ്? മീഥൈൽ, ഡൈമീഥൈൽ. ഏതാ മെയിൻ ചെയിൻ? ഹെക്സെയിൻ. ഇങ്ങനെയായിരിക്കും നെയിം വരിക. നമുക്കിനി അടുത്ത ഒരെണ്ണം നോക്കാം. ഇതിലും സ്ട്രൈറ്റ് ചെയിൻ തന്നെയാണ് മെയിൻ ചെയിൻ അല്ലെ. 3 4 5 ആണ്. എങ്ങനെ പോയാലും 3 4 ഇങ്ങനെ പോയാൽ 5. എങ്ങനെ എല്ലാ വഴിയും പോയി നോക്കണം കേട്ടോ. എല്ലാ വഴിയും പോയി നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണേ ഈ വഴി പോയി നോക്കണം, ഈ വഴി പോയി നോക്കണം അല്ല. ഇതൊക്കെ കണ്ടിന്യൂസ് ചെയിൻ അല്ലേ. കണ്ടിന്യൂസ് ചെയിൻ വരുന്ന എല്ലാ വഴി ഇതേ 3 4. ഇതിൽ 5 ഉണ്ട്, കാര്യം പറയാം. ഇങ്ങനെ പോകുമ്പോൾ 5 ഉണ്ട്. സ്ട്രൈറ്റ് ചെയിനിൽ 5 ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഓരോ എടുത്താൽ മതി. അപ്പൊ നമ്മൾ സ്ട്രൈറ്റ് ചെയിൻ ചൂസ് ചെയ്തു. അതിലെ കാർബൺ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ കൊടുത്തു. 1 2 3 4 5. തിരിച്ച് ഇങ്ങോട്ടും കൊടുത്തു. 1 2 3 4 5. ഏതൊക്കെ പൊസിഷനിലാണ് കാർബൺ ബ്രാഞ്ച് വരുന്നത്? രണ്ടാമത്തെ പൊസിഷനിൽ 2 ഉണ്ട്, മേളിലും താഴെ. ശ്രദ്ധിച്ചോളണം കേട്ടോ, ഇത് മിസ്റ്റേക്ക് വരുന്ന കുട്ടികൾക്ക്. രണ്ടാമത്തെ പൊസിഷനിൽ ഒരെണ്ണം അല്ല, മേളിലും താഴെ ഉണ്ട്, 2 കൂട്ടിക്കൊള്ളണം. അതുപോലെ മൂന്നാമത്തെ പൊസിഷനിൽ ഒരെണ്ണം. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ 2 മൂന്നാമത്തെ പൊസിഷനിൽ ഒരെണ്ണം. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഒരെണ്ണം, നാലാമത്തെ പൊസിഷനിൽ ഒരെണ്ണം. 3 4 മൂന്നാമത്തെ പൊസിഷനിൽ, സോറി നാലാമത്തെ പൊസിഷനിൽ 2 അല്ലെ. വെള്ളം താഴെ ഉണ്ടല്ലോ. ഇനി ഇതിൽ ഏതാ നമ്മൾ എടുക്കുക? ഇതെടുക്കും അല്ലെ. ഇത് ചൂസ് ചെയ്യും, ഇത് എടുക്കൂല. ലോവസ്റ്റ് സം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 അല്ലേ, ഇതെടുക്കും. എന്തായിരിക്കും എന്റെ പേര് നോക്കി? 2 2 3 2 2 3 ട്രൈ അല്ലെ. 3 ഉണ്ടല്ലോ, 3 ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആരൊക്കെയാ? മീഥൈൽ, ട്രൈ മീഥൈൽ, മീഥൈൽ പെന്റൈൻ എന്നാണ് പേര്. 2 2 3 ട്രൈ മീഥൈൽ പെന്റൈൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, നമുക്ക് ഇതിന്റെ പേരെങ്ങനെ വരും നോക്കാം. ഇതും നമ്മൾ എല്ലാ വഴിയും പോയി നോക്കിക്കൊള്ളണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1 2 3 4 5 6 ഇങ്ങനെ പോയാലും 3 4 5 6. എന്നാ പിന്നെ നമുക്ക് സ്ട്രൈറ്റ് ചെയിൻ തന്നെ എടുക്കാം. വേറെ ഏത് വഴി പോയിട്ടും കാര്യമില്ലല്ലോ. ഏത് വഴി പോയാലും 6 കാർബൺ ആണ്. അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ചെയിൻ തന്നെ എടുക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാം. സ്ട്രൈറ്റ് ചെയിൻ എടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാർബൺ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് എല്ലാം കണ്ടിന്യൂ ചെയ്യാം. കാർബൺ നമ്പർ കൊടുക്കുക. 1 2 3 4 5 6. തിരിച്ചിങ്ങോട്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6. എങ്ങനെയാ ബ്രാഞ്ച് വരുന്നത്? അങ്ങോട്ട് പോകുമ്പോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ മൂന്നാമത്തെ പൊസിഷനിൽ മേളിലും ഉണ്ട്, താഴെയുണ്ട്, 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ 3 3 വരും. ഇനി തിരിച്ചിങ്ങോട്ട് വരുവാണെങ്കിലോ? തിരിച്ചിങ്ങോട്ട് വരുവാണെങ്കിൽ 4ാമത്തെ പൊസിഷനിലാണ് മേളിലും താഴെയും ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ 4 4 എന്ന് വരും. ഏതാ എടുക്കണ്ടേ? 3 3 എടുക്കണം. ഇനി എങ്ങനെ എഴുതണ്ടേ? ശ്രദ്ധിച്ചോണ്ടാ, ഇത് ഈഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ 3 3 3 3 ഹൈഫൻ
ഡൈ മീതയിൽ അല്ല, 2 കാർബൺ ഉള്ള ബ്രാഞ്ചാ വന്നേക്കുന്നത്. ഈതൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വന്നേക്കുന്നത്. 3,3 ഡൈ ഈതൈൽ ഹെക്സൈൻ എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടി നമുക്കുണ്ട്. അതുകൂടെ ചെയ്താൽ നമ്മൾ ഈ ഒരു ടോപ്പിക് അവസാനിക്കും. നെക്സ്റ്റ് വൺ. ഇതിലേതാണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് നോക്കാം. ശ്രദ്ധിക്കണം, ഇതില് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറും 4 കാർബൺ മാത്രമേ കിട്ടുള്ളൂ അല്ലെ. 1 2 3 4. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ പോയാലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 3 4 5 കാർബൺ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ. ഇനി എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. 1 2 3 4 5. തിരിച്ചു ചെയ്യുവാണെങ്കിലോ 1 2 3 4 5. ഓക്കെ, ഇനി നോക്കിയേ, ഗ്രീൻ നോക്കണം കേട്ടോ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് 3ാമത്തെ പൊസിഷനിലെത്തിയപ്പോ അവിടെ 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്, 3 3. അതുപോലെ തന്നെ തിരിച്ചു പോയാലും 3ാമത്തെ പൊസിഷൻ തന്നെയല്ലേ? അത് നോക്കി, 3ാമത്തെ തന്നെയാണല്ലോ, അവിടെ 2 ബ്രാഞ്ച് അല്ലേ വന്നേക്കുന്നത്, 3 3. അപ്പോ ഏതെടുത്താലും കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. 3 3 ഹൈഫൻ ഡൈ മീതൈൽ, അവസാനം എഴുതി തീർക്കേണ്ടത് ഹെക്സൈൻ. 3 3 ഡൈ മീതൈൽ ഹെക്സൈൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബ്രാഞ്ച് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഹൈഡ്രോ കാർബണുകളുടെ നെയിമിംഗ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.